ഷാലോമിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നാഗാലാൻഡ് മിഷനിലേക്ക് സ്വാഗതം. ആയിരത്തി 1952 കാലത്താണ് നാഗാലാൻഡിലെ പ്രഥമ ജ്ഞാനസ്നാനം നടക്കുന്നത്. Salesians came to Northeast India in 1922, but it took a long time to come to Nagaland. Nagaland practically began in 1957. ഈ മഹത്തായ കൗദാശിക വിപ്ലവത്തിന് തുടക്കമിട്ട സലേഷ്യൻ മിഷണറിമാരെ, പ്രത്യേകിച്ച് ഫാദർ മറോക്കിനോയെ, കൂടുതൽ പ്രാർത്ഥനാ നിർഭരമായി സഭ ഇന്നും അനുസ്മരിക്കുന്നു. സലേഷ്യനായ സെബാസ്റ്റ്യൻ അച്ഛൻ്റെ ഈ സംരംഭം ചേരിയിലെ ദരിദ്രരായ കുഞ്ഞുമക്കളുടെ വിദ്യാഭ്യാസത്തെ ഉദ്ദേശിച്ചാണ്. ഞങ്ങളുടെ ഈ 3 മാസ്റ്റേഴ്സ്, ഞങ്ങളുടെ സോച്യൂസ്, ഞങ്ങളുടെ അസിസ്റ്റൻ്റ്, അവർ രക്തത്തിൽ കുതിർന്ന് കിടക്കുന്ന ആ സീനാണ് ഞങ്ങൾ കണ്ടത്. ആദിമകാലം മുതൽക്ക് തന്നെ സഭയുടെ വളർച്ച രക്തസാക്ഷികളിലൂടെയായിരുന്നു. ഭൂമിശാസ്ത്രപരമായി ഏറെ അനുഗ്രഹീതമാണ് മലനിരകളാൽ സമ്പന്നമായ ഈ സംസ്ഥാനം. വടക്ക് അരുണാചൽ പ്രദേശ്, തെക്ക് മണിപ്പൂർ, കിഴക്ക് ബർമ്മയും പടിഞ്ഞാറ് ആസാമും അതിരിടുന്നു. ഇത് കൊഹിമ. സമുദ്രനിരപ്പിൽ നിന്ന് 1444 മീറ്റർ ഉയരത്തിലുള്ള ഈ പർവ്വത നഗരം നാഗാലാൻഡിൻ്റെ തലസ്ഥാനമാണ്. ഒപ്പം ഇന്ത്യയിലെ അപൂർവ ശൃംഗനഗരങ്ങളിലൊന്നും. കെഹി എന്ന കാട്ടുപൂക്കളാൽ മനോഹരമായ ഈ മലയോരം 1878 ബ്രിട്ടീഷുകാർ കണ്ടെത്തുന്നത്. പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസാം പ്രവിശ്യയുടെ കീഴിലുള്ള നാഗാ ഹിൽസിൻ്റെ ഭരണസിരാ കേന്ദ്രമായി കൊഹിമ അറിയപ്പെട്ടു. ജഫു പർവ്വതനിരകളുടെ ശിഖരപ്രദേശമായ കൊഹിമ അങ്കാമി ഗോത്രവിഭാഗത്തിൻ്റെ പൈതൃക ഭൂമി കൂടിയാണ്. Sheheku mie ujopu oje shaku ketu Sheheku zo shoderi oran mokeze Sheheku puri krimo oran jukeze Sheheku he pupu he o he melele he Sheheku അങ്കാമി ഭാഷയിൽ കെഹിര എന്നറിയപ്പെട്ടിരുന്ന ഈ ദേശത്തെ
കൊഹിമ എന്ന് വിളിച്ചത് ബ്രിട്ടീഷുകാരാണ്. പൈതൃകവും പാരമ്പര്യവും ഇഴപിരിഞ്ഞ ഈ ചരിത്ര നഗരം നാഗാലാൻഡിലെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പുൽത്തൊട്ടിലാണ്. ജില്ലാ ആസ്ഥാനം കൂടിയായ കൊഹിമ ഏഷ്യയിലെ ഏറ്റവും വലിയ ഗ്രാമങ്ങളിലൊന്നായ ബഡാബസ്തി എന്ന പേരിലും പ്രശസ്തമാണ്. ദേശസ്നേഹത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും അഭിമാനമാണ് കൊഹിമയിലെ ഈ മഹാസെമിത്തേരി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചോര പൊടിയുന്ന ഓർമ്മകളിലേക്ക് അത് നമ്മെ നയിക്കുന്നു. ഒപ്പം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സഹന വഴികളിലേക്കും. The Kohima village was started by my great-grandfather, whose name is Ersho. In our dialect, Ersho means the one who has triple pointing finger. He has not a good finger, so his name was called Ersho by his parents. He migrated to Kohima village, and the building which we saw there, having a horn-like, that is his place of founding the Kohima village. So he was there, and gradually the other villagers, other people started coming and settling down here in this village. Because he is the first one, no one should go beyond him. So everybody who comes after him has settled. This is Dekel, and the other side is Elkel. So followed by one after another, the people come settle here in Kohima village. This is the first gate after the foundings of the village. This is called Ersho Gate, Ersho Karu. This gate is not allowed to carry dead bodies across. If any dead bodies has to be brought, means from that side and from the roadside, never to cross this. So everything is written here in the gate itself. That photo will give more clearance to our people. This gate was re-erected in 1969. The horn gave the sign of prosperity of the village. This mitoon give the wealth of the village, the welfare of the cultivation, paddy, and the pigs, and this the hand soul, the prosperity, the work done by the hand, and the star showed that the people were brilliant, could be seen anywhere as the stars, and the two moons indicate the brightness and the goodness of the people, and these are the hats which indicate the prosperity of the villagers, good in hunting and good in defending the village. This is what it indicates, and every village gate will be having this structure with different kind of artists, but the main theme of the structure is the prosperity and the welfare of the village. നാഗാലാൻഡിലെ ക്രൈസ്തവ പാരമ്പര്യം അനുസ്യൂതം തുടരുന്നത് സലേഷ്യൻ മിഷണറിമാരിലൂടെയാണ്. 1952 മോൺസിഞ്ഞോർ ഇമ്മാനുവൽ ബാർസ് തുടങ്ങിവെച്ച ഈ വിശ്വാസപ്രയാണം പിന്നീട് ഉണരുന്നത് ഫാദർ മറോക്കിനോയിലൂടെയാണ്.
തൻ്റെ സ്നേഹവും കരുണയും കൊണ്ട് ജഫു മലനിരകളിൽ അദ്ദേഹം വിശ്വാസത്തിൻ്റെ ലില്ലിപ്പൂക്കൾ വിരിയിച്ചു. വന്യതയ്ക്കും തലകൊയ്യലിനുമപ്പുറം അവരെ ആവേശം കൊള്ളിച്ചത് ഗിലേറോ എന്ന ഇറ്റാലിയൻ മോട്ടോർ സൈക്കിളിൻ്റെ ശബ്ദമായിരുന്നു. അതവരെ പ്രകമ്പിതരാക്കി. അതെ, ഫാദർ മറോക്കിനോ കൊഹിമയുടെ വിശ്വാസവികാരമായിരുന്നു. During my childhood, I have seen Father Makino coming to Kohima to establish Catholic faith. And this was the Christ King Church built, but before the church was built, the first church was built on the other side of the ridge in Tikal area, which we call it the bird eye view. The green building area, that was the first church. And Father Makino happened to be down there near the tower, a red roof, and RCC wall was there. Father Makino was residing there with his motorbike. He used to come up to the village every day with his motorbike in the morning. When he started his motorbike, since I was down there in the town, I could hear his motorbike sound and run to the road and wave to him so that he will throw morton to us, sweet. And we enjoyed every day from Father Makino about the sweet. Now, later on, when Catholic Church wants to establish the church, so Father Makino and my clan elders, they started settling down, marking about the present area which Christ King has. So behind the father's residence, you will find some monolith, some stones, which was erected by my great-grandfather, Ershaw, the one who is not good with the pointing finger. So Ershaw has set up all this area, and with the Father Makino SDB, when settling down, that we will give the site for the church to build, but the preservation of the monolith should be taken. നാഗാലാൻഡിലെ പ്രഥമ വിശ്വാസ സമൂഹമാണ് കൊഹിമയിലെ ക്രൈസ്റ്റ് കിങ് പാരിഷ്. ഏകദേശം 7 പതിറ്റാണ്ടുകാലത്തെ വിശ്വാസ പാരമ്പര്യമുണ്ട് ഈ സമൂഹത്തിന്. ഫാദർ മറോക്കിനോയുടെ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങളാണ് ഈ ഗോത്ര സമൂഹത്തെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് നയിച്ചത്. കൊഹിമയിലെ മഹാസിമിത്തേരിയുടെ ശാന്തതയിലാണ് അദ്ദേഹം ബലിയർപ്പണം തുടങ്ങിയത്. പിന്നീട് ചില ഗ്രാമീണ ഭവനങ്ങളിലേക്ക് മാറി. വിശ്വാസികളുടെ എണ്ണം കൂടി വന്നപ്പോൾ ബലിയർപ്പണത്തിനായി പൊതു ഇടങ്ങൾ തന്നെ വേണ്ടി വന്നു. അങ്ങനെ പല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് 1957 നാഗാലാൻഡിലെ പ്രഥമ ദേവാലയം കൊഹിമയിൽ സ്ഥാപിതമായി, ക്രൈസ്റ്റ് കിങ് ദേവാലയം. നമ്മുടെ സഹോദര തുല്യരായ ബാപ്റ്റിസ്റ്റുകളുടെ എതിർപ്പിനുമേൽ ദൈവം ചൊരിഞ്ഞ കരുണയാണ് ഈ ദേവാലയം. ഈ ദൈവാലയ നിർമ്മിതിയിൽ സഹായിച്ച ഒട്ടേറെ സുമനസ്സുകളുണ്ട്. അതിൽ പ്രധാനികളാണ് ഇന്ത്യൻ കരസേനയിലെ മേജർ ഡിസൂസയും കേണൽ ആദവും. പിന്നീട് 1965 മോൺസിഞ്ഞോർ റൊസാരിയോയുടെ കാലത്ത് ഔദ്യോഗിക ഇടവകയായി പരിണമിച്ചു.
Tenumesa Wechedoki Rabbi Tenumesa Wechedoki Rabbi Tenhemodi Wechevo Miralu Tenhemodi Wechevo Miralu Christ King Parish is one of the most vibrant parishes in the entire Diocese of Kohima. Here we have got in the Kohima village itself almost 800 Catholic families and some 4,000 Catholic members. And our Christ King Parish caters to some other 7 villages. So putting together, we have more than 6,000 Catholic members and 1,000 plus Catholic families. I feel so privileged to be here to work with the people of Kohima, especially the Angami tribe. Within our parish, we have only Angamis as the majority people there. There are some few non-Angamis, but the majority are Angamis, and all the villages belong to Angami villages. Ho hele we ho hele ho ho hele we ho hele ho tu Jowe hiale we ho ho Jowe hiale ajo Jowe la ta unyo la ta mie puche Jowe la ta mie puche Jowe zota tio mu unyo ro helio Jowe unyo ro helio Jowe We have got very vibrant and dynamic leaderships here in Kohima as well as in the various villages. They're called the Catholic Unions. The Catholic Unions are the lay people's organization. In the Catholic Union, we have got men folks, women association and youth groups. They put together, we call it the Catholic Union. And then I can say that our parish is also vibrant because we have got very able and capable leaders, men in different organizations. Walk by faith, oh walk by faith, oh walk by faith, oh walk by faith, walk by faith by faith. Noah built an ark in the midst of doubt and fear. By faith, we waited patiently till the plan of God was clear. By faith, David slew Goliath with a mighty blow. By faith, Moses fought for God, saying, let my people go. He walked by faith. Walk by faith. Oh, Walk by faith. Walk by faith. By faith. Esther told the king, Haman was an evil man. By faith. Israelites were safe according to God's plan. By faith. They brought Oberon and peace will be restored. By faith. And now pray to God, his son was a reward. She walked by faith. Walk by faith. By faith, Jesus came to earth in lowly human frame. By faith, he obeyed the plan that God in heaven made. By faith, we will walk each day
walk by faith. Oh, walk by faith. Oh, we walk by faith. Walk by faith. As a Catholic, I have a deep faith in the sacrament, especially in the Holy Eucharist. It is through this Holy Eucharist which my faith has been built and my faith has been deepened. And also, I have a deep faith in our Mother Mary. Through her intercession and through the Rosary prayer, I could able to overcome many of the difficulties, the problem in my life, and I could calmly handle the situation that come through my life. To become a Catholic was not an easy thing. Through this, we had faced so many problems, so many hurdles, and so many threats as well. However, as we had committed to become a Catholic, the more problems and difficulties and threats we faced, the more our faith was strengthened. Today, the Catholic faith has spread to all over Nagaland, in particular to all the 11 districts of Nagaland. നാഗാലാൻഡ് വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണും വരേക്കും ദൈവനാമത്തിൽ ഏവർക്കും നന്ദി, നമസ്കാരം.
Hallelujah.